2 നോവലുകൾ, ചെറുമ്പിലെ ചെരാതുകൾ, ചെറുമ്പ് അംശം ദേശം, അതുപോലെ അധികാരി. ഈ 2 നോവലുകളിൽ നിന്ന് ഒരു 5 കഥാപാത്രങ്ങളെ എടുത്തുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ക്യാരക്ടർ സ്കെച്ച് അല്ലെങ്കിൽ തിയേറ്റർ സ്കെച്ചാണ് ഇവിടെ കാണാൻ പോകുന്നത്. നാടകമെന്നൊന്നും ഇതിനെ വിളിച്ചുകൂടാ, അതിൻ്റെ പൂർണ്ണതയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ കൂടി ചേർന്നാലാണ് ഇത് ഒരു നാടകമാവുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ ഇതിനെ കണ്ടാൽ മതി. ഒരു നാടകമായിട്ട് ഇതിനെ അകന്ന് വീക്ഷിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഈ വേദി ഇതിൻ്റെ കുറച്ച് ഭാഗമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ, അത്രയും അവിടേക്കൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങൾ ഈ അഭിനയത്തിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ മാത്രമേ അവർ കഥാപാത്രങ്ങളുള്ളൂ ആവുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് അവർ സാധാരണ വ്യക്തികളും മനുഷ്യരുമാണെന്ന് കണക്കാക്കാം. അപ്പം ഇനി അപ്പുറത്തും ഇപ്പുറത്തൊന്നും എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നത് നാടകത്തിൻ്റെ ഭാഗമല്ല, അതിലെനിക്ക് യാതൊരു പങ്കുമില്ല. അതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഈ ഒരു ഇത്തിരി വട്ടത്തിലും ഈ നീളത്തിലൊക്കെ നടക്കുന്നതാണ് നമ്മുടെ ചെറുമ്പിലെ ചെരാതുകൾ. ഇത് ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് കോട്ടക്കലിൽ നടന്ന ഈ ഒരു പരിപാടിയിൽ പീസ് പബ്ലിക് സ്കൂളിൽ നമ്മുടെ അഡ്വക്കേറ്റിൻ്റെ പുസ്തകം വായിച്ച ആളുകൾ, വായനക്കാർ അദ്ദേഹത്തെ കാണാൻ വന്ന ഒരു അപൂർവ അനുഭവം കോട്ടക്കലിൽ ഉണ്ടായിരുന്നു. പലരും അതിൽ വന്നവരാണ്. അന്ന് നടത്തിയൊരു ചെറിയ പ്രോഗ്രാമാണ്, അതിൻ്റെ ഒരു പുനരവതരണമാണ് ഇവിടെ. കാര്യമായ മാറ്റങ്ങളൊന്നും അതിൽ വരുത്തിയിട്ടില്ല. എല്ലാവരുടെയും സശ്രദ്ധമായ വീക്ഷണം പ്രതീക്ഷിക്കുന്നു. മൊബൈൽ ഉപയോഗിക്കാം, ഫോട്ടോ എടുക്കാം, ഫ്ലാഷ് ഉപയോഗിക്കാം, യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല, എന്തും ചെയ്യാം. ഓക്കെ. അപ്പോൾ ലൈറ്റിൻ്റെ മുകളിലും പ്രത്യേകിച്ച് കളികളൊന്നുമില്ല. ലൈറ്റ് ഇപ്പോൾ നമ്മൾ ഓഫാക്കും, എന്നിട്ട് നാടകം തുടങ്ങുമ്പോൾ ഓൺ ചെയ്താൽ പിന്നെ അത് അവസാനം വരെ ഉണ്ടാകും. ഓക്കെ, താങ്ക് യു. ചെറുമ്പിലെ ചെരാതുകൾ ആരംഭിക്കുന്നു.
बचपन की मोहब्बत को दिल से न जुदा करना, जब याद मेरी आए मिलने की दुआ करना। बचपन की मोहब्बत को दिल से न जुदा करना, जब याद मेरी आए मिलने की दुआ करना। घर मेरे उम्मीदों का सुना किए जाते हो। ഇന്റെ പടച്ചോനെ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റ്. നിങ്ങൾക്കൊരു കാര്യം അറിയാം, പണ്ടേതോ കാലത്തെ ഇവിടുന്ന് നാട് വിട്ട് പോയിക്കാണ്ട് കുറേ ചുറ്റി തിരിഞ്ഞ് കൊണ്ടെങ്ങനെയോ ബോംബായിലെത്തി. അവിടെ കുറേ കറങ്ങി തിരിഞ്ഞ് ഏതോ ഒരു ഉസ്താദിന്റെ കൂടെ കൂടി കുറേ ഹിന്ദി പാട്ടും പഠിച്ചു. അങ്ങനെ പാട്ടുമ്പോൾ കറങ്ങി തിരിഞ്ഞ് ഒഴുക്കപ്പെടെ വന്നു. മരം കണ്ടപ്പോ പിന്നെ ഉമ്മാനെ വിട്ട് പോകാൻ പറ്റാന്ന്. എന്നാലോ ഉസ്താദിനെ മറക്കണം. പക്ഷേങ്കില് ഉസ്താദിന് ഒരു കൊഞ്ചത്തി മോളുണ്ടായിരുന്നാലോ, ഒരു കാതല്. ഏത് നേരവും മോളിങ്ങനെ സ്വപ്നം കണ്ട് ഈ പാട്ടും കേട്ട് ഇങ്ങനെ കുതിക്കണേ വല്ല കാര്യമുണ്ടാ? അതിന്റെ പേരിൽ കാലം മാറിയൊന്നും മൂപ്പരറിഞ്ഞിട്ടില്ല. ഇമ്മുട്ടിയെ എത്താൻ അതവിടെ കുത്തിക്ക്. ഞാനേ ഓർക്ക് ഇങ്ങനെ ഒരു പച്ചവെട്ടി കൊടുത്താണ്. ഞാൻ മൂപ്പരെ കെട്ടിയോ ഇങ്ങോട്ട് ചെരുപ്പിന്റെ പേര് നൂറ്റാണ്ടുകാൽ. ഞാൻ തന്റെ പേര് മറന്നുകൊടുക്കാം. റേഷൻ കാർഡ് കൗണ്ടറാണ് ഓർമ്മ. ഇമ്മുട്ടിയെ എത്ര ആയാലും ഈ പാട്ടിന്റെ മനസ്സിനാണ് പോവില്ല. എനിക്ക് റൂഹുള്ളിടത്തോളം കാലം ഈ പാട്ടിന്റെ മനസ്സിലുണ്ടാവും. എന്ന് വെച്ച് അന്നോടുള്ള സ്നേഹത്തിൽ കമ്മിയൊന്നുമില്ലല്ലോ. അന്റെ അധികാരി ഞാൻ തന്നെയാണ്, അച്ഛനറിയാലോ. അന്റെ അധികാരി മാത്രമല്ല, ദാ, ഈ പാട്ട് പറ്റിയിട്ട് അധികാരി ആരാ? പിന്നെ നമ്മളാണ് ഏർപ്പെട്ടമാരുടെ അധികാരി ആരാ? എന്റെ മുഖത്തൊരു സംശയം അല്ല, എവിടെ പോയി? പോയാ എന്താന്നറിയില്ല. എനിക്ക് ഈ നാടും ഈ നാട്ടുകാരും വിട്ടിട്ട് എങ്ങോട്ട് പോവാനും തോന്നുന്നില്ല. എന്നല്ല ചെറുപ്പത്തിലുള്ള ബോംബെക്കാരൻ നിങ്ങൾക്ക് മനസ്സിലോട്ട് പോണൂല്ല. ഞാനേ നാട് വിട്ടുപോയി ബോംബെയിൽ ചെന്നപ്പോ എനിക്ക് അവിടെ അവൻ തന്ന ഉസ്താദുണ്ട്. ആ ഉസ്താദിന്റെ മരിച്ചുപോയ ചെറുപ്പത്തിൽ അതേ ചായ ഒരു മോനെ പോലെയാണ്
ഞാൻ പാട്ടൊക്കെ പാടി വലിയൊരു കലാകാരനാവുന്നു. ലോകം മുഴുവൻ അറിയപ്പെട്ടൊരു പാട്ടുകാരനാവുന്നൊക്കെ എൻ്റെ ഉസ്താദ് വിചാരിച്ചിട്ടുണ്ടാവും. ഞാനേ അവിടുന്ന് പോകുന്ന സമയത്തെ അതിനെ മോള് ചെറിയ കുട്ടിയായിരുന്നു. ഞാൻ നാട്ടിലേക്ക് പോകുന്നതിന് ശേഷം അവൾ ഒരുപാട് തമ്മിലേക്ക് അയച്ചിട്ടുണ്ട്. ഒന്നും മറുപടി അയച്ചിട്ടില്ല. നീ ചർമ്മ പൊടിച്ച് കയറിനെ. എങ്ങനെയാണ് അവളുടെ സ്ഥിതി, കുടുംബക്കാരെ അവസ്ഥ എന്താന്ന് അറിയണേ. അതറിയായിട്ട് മനസ്സമാധാനത്തിൽ അങ്ങാടിക്കൊന്നും പോണ്ട. ഈ ബീഡി അങ്ങാടി കൊണ്ടായാലല്ലേ വിൽക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇങ്ങനെ മടി പിടിച്ച് കുത്തിരുന്നാലോ? ഇങ്ങോട്ട് നീച്ചാണി അവിടുന്ന്. മടിയോണ്ടൊന്നല്ല ഉമ്മുട്ടിയെ, ഞാൻ ഇറങ്ങാൻ നേരത്തെ ഒരു മഴക്കോളിൽ കണ്ടു. അപ്പൊ ഞാൻ ഒന്നും ഇവിടെ തങ്ങിയതാണ്. മഴ മാറിയാൽ ഞാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? അങ്ങാടി ചെന്നാൽ 4 ആളെങ്കിലും കാണാലോ. ജയ് എൻ്റെ ആ തോർത്തുള്ളി എടുത്താ. ഉമ്മാക്കാൻ ഞാൻ വാങ്ങണ ചോദിച്ചോക്കെ. എന്തമ്മാ എന്റെ ബാസനെ പോലെ കഴിഞ്ഞിക്കണേ. അങ്ങാടിന്ന് വരുമ്പേ കുറച്ച് കൊണ്ടുവരാണ്ടി. എന്റെ ഉമ്മ, നിങ്ങൾക്ക് ഇനിയെങ്കിലും ഈ വാസന പോലെ തീറ്റ ഒന്ന് നിർത്തിക്കൂടെ? അതങ്ങനെ നിർത്താനൊന്നും പറ്റില്ല. അതിന്റെ കൊണ ആർക്കാ അറിയാഞ്ഞിട്ടാ. എന്റെ കുട്ടി ഇതൊന്നും മണത്ത് വെക്കാൻ. ഇത് കോഴി ബിരിയാണി അല്ലേ? അന്നോട് എത്ത പറഞ്ഞിട്ട് കാര്യം. ഉമ്മ
ഉമ്മ ആ അല്ല ഇത് പാലിന്റെ കായ് വാങ്ങിയ ഞാൻ വാങ്ങിക്കോളാം ഉമ്മ. എന്നോട് ഞാൻ പറയണെന്ന് പറയുന്ന ഇന്ന് കുടിക്ക് കായിന്റെ ഞാൻ എന്നെ കേട്ടൂല കുടിക്ക് നോക്കേ ഉം. മോശമാണേലും കുടിക്ക് കേറിക്കൊണ്ടിട്ടാ ആ. നല്ല മയക്കാം കുടിച്ചാണ് ഇങ്ങനത്തെ കട്ടച്ചായ മാത്രമേ ഉള്ളൂ. എത്തേപ്പോ ഇതിലേ ഒരു 2 മണി അരിമണിയിൽ വറുത്തില്ല, തേങ്ങ ചിരണ്ടിയിട്ടില്ല, ചക്കരപ്പൊടി ഇതിന് കലക്കിയിട്ട് എന്താ അതിന്റെ രുചി. ഓ നിങ്ങളിപ്പോ ഈ പഴയ കാലത്ത് ഓരോ പലഹാരത്തിന്റെ രുചി ആലോചിച്ച് കുത്തിരിക്കുക. ഈ പഴയ രുചികൾ ഇങ്ങനെ തേച്ച് തേച്ച് വരികയാണ് മുന്നിയ. എടി ഓർമ്മകൾ ഉണ്ടെങ്കിൽ മനുഷ്യന്മാരുള്ളൂ, ഓർമ്മകൾ ഇല്ലാത്ത മനുഷ്യന്മാരുള്ളൂ. അല്ല ആരും ആ തന്നെ പഠിച്ചോനെ, എന്റെ കുട്ടി ആകെ നഞ്ഞ കുളിച്ചിട്ടാണല്ലോ വരുന്നേ. രവിയെ ഇവിടുന്ന് ഇങ്ങനെ നഞ്ഞു കുളിച്ച് വരുന്നേ. ഇങ്ങോട്ട് കേറിക്ക, ആ തോർത്തിടാട്ടിയാണ് എന്നാ തുടച്ചുട്ടാ. അങ്ങോട്ട് കാട്ടിക്ക. ആകെ നന്ദി കുളിച്ചേക്കാം. എന്നാ ഇങ്ങോട്ട് കേറി കുത്തിരി. ഉമ്മട്ടി താത്ത ഉമ്മയോടെ ഉമ്മ കാത്തുണ്ട്. കുത്തിരുന്നോ. ദിവ്യ എത്തേച്ച് പോന്ന്? അല്ല ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായി? അതിലൊരു തീരുമാനം ഉണ്ടാക്കാനാണ് ഞാൻ വന്നത്. റേഷൻ കടയിൽ കണക്കെഴുതി കിട്ടുന്ന കാശ് കൊണ്ടൊന്നും കുടുംബം പോറ്റാൻ കഴിയണില്ല. അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ദിവസം പ്രതി അസുഖം കൂടിക്കൂടി വരിക. എന്തെങ്കിലും ഒരു ജോലി കിട്ടണം, അതിന് പഠിക്കണം, നിർത്തിവെച്ച പഠനം തുടരണം. നിങ്ങൾക്കറിയാലോ, ജീവിത പ്രാരാബ്ദം കൊണ്ട് ഇടയ്ക്ക് വെച്ച് നിന്നുപോയതാ എന്റെ പഠനം. എങ്ങനെ നോച്ചിനെ നമ്മളൊക്കെ എവിടെ? അതെ, ഒമ്പടി താത്ത ലേശ കട്ടൻ ചായ എടുക്കൊണ്ടിര, അത് തേങ്ങയൊക്കെ ഇട്ട് ആ ചാരിമണിയൊക്കെ വറുത്തിട്ട് എന്തേ വേണ്ടേ മുടി താത്ത കൊണ്ടിര. അതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ. പഠിക്കണം, പഠിച്ച് പഠിച്ച് വലിയൊരു വക്കീലാവണം, ന്യായത്തിനും നീതിക്കും വേണ്ടി വാദിക്കുന്ന ഒരു വക്കീല്, സത്യത്തെ മുറുകെ പിടിക്കുന്ന ഒരു വക്കീല്. കുറച്ചേരായി ഉമ്മ. അമ്മക്ക് സുഖല്ലേ? ആ ഉമ്മ, ഞാൻ പറഞ്ഞില്ലേ രവീന്റെ കാര്യം, ഓന് പഠിക്കാൻ പോണെന്ന്. ഈ റേഷൻ കടയിൽ കണക്ക് എഴുതിയിട്ട് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ഓൻ ദത്ത് കാട്ടാനാ ഓനും വേണ്ട ഒരു ജീവിതം. പിന്നല്ലാതെ എന്റെ കാര്യം അല്ലുമ്മ, അമ്മേന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് കഷ്ടം. അമ്മേനെ നല്ലോണം നോക്കണം. പിന്നല്ലാതെ എന്നും ഇങ്ങനെ പാടത്തും പറമ്പിലൊക്കെ ആയിട്ട് നടന്ന അത് പോരല്ലുമ്മ. എന്റെ കുട്ടി പറയുന്ന കാര്യാണ്. അതിന് അതൊക്കെ പഠിക്കാനിപ്പോ എന്താ ഒരു തടസ്സം? ഒരു തടസ്സമല്ലമ്മ, ഓനെല്ലാ ചെലവുകളും കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാൾ ഇവിടെ ഉണ്ട്. ഈ നാട്ടിലിപ്പോ നമ്മളറിയാത്ത ഒരാള് പാര അങ്ങനെ. അതിന്റെ അധികാരി ഞാൻ തന്നെ. എന്റെ അധികാരി നാട്ടിലുള്ള എല്ലാത്തിനും അധികാരി ഓനാണ്.
ഇജേ എന്റെ കുട്ടിക്ക് കുറച്ച് കായ് എടുക്കാൻ പറഞ്ഞില്ലേ എന്നാ അതിന്റെ കൂടെ ഇതും കൂടെ എടുക്കും കൊടുത്താൾ കുട്ടിയെ ഇത് ഉമ്മാന്റെ മകന്റെ കുട്ടിക്ക് നോക്കേ ഇതിന്റെ അധികാരിച്ചല്ലേട്ടാ ഇതിന്റെ അധികാരി ഞാനാണ് നോക്കി ഇതിന്റെ അധികാരി ഞാനല്ലേ അതിന്റെ അധികാരി ഞാനാണ് എല്ലാത്തിന്റെ അധികാരി ഓനാണ് നോക്കേ നിന്റെ കുട്ടിയെ പഠിച്ച് വലിയ നിലയിലെത്താനും നല്ലൊരു വക്കീലാവാനും ഉമ്മാന്റെ മകന് നേർച്ചുണ്ട്. അതുപോലെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ മമ്പർത്തിക്കൊരു എണ്ണക്കുപ്പി. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഉമ്മാന്റെ വക മമ്പർത്തിക്കൊരു എണ്ണക്കുപ്പി, രവിയുടെ അമ്മേന്റെ വക കാണാൻ പോയൊരു മുട്ടർക്കൽ, ഒരു പുഷ്പാഞ്ജലിയോ, അതല്ലേ പടി. അതുകൊണ്ട് ഇപ്പൊ എന്താ ഒരു കുഴപ്പം ഇങ്ങക്ക് അറിയോ? ഇവനെ പെറ്റ നേരത്തും ഇപ്പൊ നാളെ പോയില്ലേ അപ്പോഴും ഈ രവിയുടെ അമ്മല്ലേ അവര് കാടാകുമ്പോഴേക്കും ഞാൻ മമ്പർത്തേക്കും നേരത്തെ നേർന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് കൊണ ഉണ്ടായിട്ടുള്ളൂ. ഈ കണ്ട ആൾക്കാരുടെ ഇന്നെ വെറുതെ നാച്ചിക്കല്ലി. ഓ ഇപ്പൊ വലിയ സുജായി രവിയ ജയ് അത് ഈ കായ് വെക്ക. പിന്നെ നാളെ തന്നെ കോളേജിലേക്കും പോകണം. ഞാനും പോരാ എൻ്റെ കൂടെ. ഞാൻ എൻ്റെ താമസ സ്ഥലവും കോളേജിലെ കാര്യങ്ങളും അവിടെയുള്ള വേണ്ട കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കാനുള്ളൊരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ അധികാരി ഞാൻ തന്നെയാണ്. കുട്ടി ഇതാണ് കുടിച്ചാല് ആ വായിക്കോ. ഇജിതത്തിന് എന്നെ നോക്കണേ അന്റെ മുതലല്ലേ ഇജണ്ട് കൊടുത്താൽ എന്റെ കുട്ടിക്ക് ഒരു നല്ല കാര്യത്തിനല്ലേ. പടച്ചോനെ ഇന്റെ ഇങ്ങോട്ടേക്ക് ആകപ്പാടുള്ളൊരു വളയാണിത്. ഇത് കൊടുക്കാൻ എൻ്റെ മനസ്സുണ്ടല്ലോ, അതിൻ്റെ അധികാരി തന്നെയാണ്. അങ്ങോട്ട് കൊടുത്തലേ ഉള്ളൂ. ഇതും കൂടി വെച്ച ഇവിടെ പഠിച്ച് വലിയ ഒരാളായിട്ട് കേട്ടുവാ. എന്റെ കുട്ടി പഠിച്ച് വലിയ ആളാവും. എന്റെ കുട്ടീനെ പഠിച്ചോ കാക്കട്ടെ. എന്റെ കുട്ടീനെ കാക്കണേ. രവി എന്റെ കുട്ടി ഒരു കരക്ക് എത്തിയാ മതിയായിരുന്നു.
തുടങ്ങിയതാ എൻ്റെ കുട്ടിയുടെ കഷ്ടപ്പാട്. ഓന്റെ കൂടെ ഉള്ളവരൊക്കെ ഒരു കരക്കെത്തി. എന്റെ കുട്ടിയാണെങ്കിലോ റേഷൻ പീടികയില് കണക്കെഴുത്തും പേപ്പർ ഇടലും ഒക്കെ ചെയ്തു നോക്കി. ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല. ഇന്നത്തെ കാലത്തെ 10ാം ക്ലാസ് കൊണ്ട് എന്താവാനാ? കോളേജിൽ പഠിക്കണ്ടേ? എന്നാലല്ലേ എന്റെ കുട്ടി വലിയ ആളാവുള്ളൂ. അതെങ്ങനെയാ എന്നെ വിചാരിച്ചിട്ടാ ഓനൊന്നിനും പോവാത്തത്? ഞാൻ ഒറ്റയ്ക്കാവുന്ന് കരുതിയിട്ടാവും. എങ്ങനെയെങ്കിലും എന്റെ കുട്ടിയുടെ മനസ്സൊന്ന് മാറിയിട്ട് ഓനൊന്ന് പഠിക്കാൻ പോയാ മതിയായിരുന്നു. അതെങ്ങനെയാ? അതിനു വേണ്ട കാശ് ഞാൻ എവിടെ നിർത്തി കൊടുക്കാനാ? കാണാമുഴ ദേവിയേ, എന്റെ കുട്ടിക്കൊരു വഴി കാട്ടിക്കൊടുക്കണേ. ഈ വിഷമം താങ്ങാൻ വയ്യ. അമ്മേനി ഈ നാടിനും വിട്ടു പോണ കാര്യം ആലോചിക്കാൻ വയ്യ. പക്ഷെ ദിവ്യയെ സ്നേഹിക്കുന്ന നല്ലവരായ നാട്ടുകാരുടെ ആഗ്രഹങ്ങൾക്ക് ഒപ്പം നിൽക്കണ്ടേ? അപ്പോ പോവാതെങ്ങനെ? രവിക്ക് പഠിക്കണ്ടേ? വക്കീലാവണ്ടേ? ജോലി വേണ്ടേ? പോകാതിരിക്കാൻ പറ്റുമോ? ഇനിയും അമ്മയെ കരയിച്ചൂടാ.
കുട്ടി വന്ന എന്ത് രവിയെ ഞാന് നനഞ്ഞിരിക്കണല്ലോ. വീട്ടു വാ. പനി വരില്ല എന്റെ കുട്ടിക്ക്. തോർത്ത് ചെക്കൻ്റെ ഒരു കാര്യം ഇപ്പോഴുള്ള കുട്ടിയാന്നാ വിചാരം. നല്ലോണം തോർത്ത്. രാസ്നാദിപ്പൊടിയും കൂടി അങ്ങോട്ട് തിരുമിക്കാം. ഇവനെ കൊണ്ട് ഞാന് തോറ്റ്. തിരി അങ്ങോട്ട് മൂക്കിനും വെച്ച. കുട്ടിയെ ഈ പോയ കാര്യൊക്കെ എന്തായി? അതൊക്കെ ശരിയായി അമ്മ. പഠിക്കാനുള്ള ഫീസും പുസ്തകം വാങ്ങാനുള്ള കാശും താമസിക്കാനുള്ള സൗകര്യം ഒക്കെ അധികാരി ചെയ്തു തരാന്ന് വെച്ചു. പിന്നെ ഓരോ നേരത്ത് ഉമ്മ കുറച്ച് കാശും തന്നു. ആരുമില്ലാത്തവർക്ക് ദൈവം ഉണ്ടാവും. ആരുമില്ലാത്തവർക്ക് അധികാരി ഉണ്ടാവും. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. കളിയാക്കിയതല്ലമ്മേ, ദൈവം അധികാരിയുടെ രൂപത്തിൽ വരും എന്നാണ് പറഞ്ഞത്.